ഇതാ കാടമുട്ട കണ്ടോ? നമ്മൾ സാധാരണയായിട്ട് ഇത് കഴിക്കുന്നതിന് വേണ്ടിയല്ലേ എടുക്കുന്നത്. ഇന്ന് ഞാൻ കഴിക്കാനല്ല, ഇതിനുകൊണ്ട് ഒരു പിക്കിൾ ഇടാൻ പോവാണേ. ഞാൻ മിക്കവാറും ഇത് നേരത്തെ ഒക്കെ പിക്കിൾ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഓരോരുത്തർക്ക് ഇത് കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് കാരണം പലരും വിദേശത്തൊക്കെ കൊണ്ടുപോയിട്ടും ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കാറില്ലായിരുന്നു. വേറെ പല അച്ചാറുകളും ഉള്ളത് കൊണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടാക്കാറില്ലായിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ ഒരു കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോ 10 എനിക്ക് കിട്ടിയുള്ളൂ. ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഓർക്കുന്ന ഇത് എങ്ങനെയാ പിക്കിൾ ഇടുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കണേ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ്. ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ഒരു പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അച്ചാറിനൊക്കെ ഏറ്റവും നല്ലത് എള്ളെണ്ണ തന്നെയാണ് കേട്ടോ, നല്ലെണ്ണ. കാടമുട്ടയൊക്കെ ഇതേപോലെ പൊളിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ കുത്തു കുത്തിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിലേക്ക് ഇടുക. ഒത്തിരി സമയം മൂപ്പിക്കല്ലേ, ചെറുതായിട്ട് എണ്ണയ്ക്കകത്തൊന്നിട്ട് വാട്ടിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇത് ഒരുപാട് മൂത്താല റബ്ബർ പോലെ ഇപ്പൊ കാടമുട്ട കേട്ടോ. ചെറിയ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനും കോരിയെടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് ഇച്ചിരി കടുക് ഇടുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിടുകയാണ്. ചെറിയ വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ഈന്തപ്പഴമാണ് ചെറുതായിട്ട് മുറിച്ചത്. ഈന്തപ്പഴം മസ്റ്റാണ് കേട്ടോ. ഈന്തപ്പഴം കൂടി ഇതിനകത്ത് കിടന്നൊന്ന് വഴന്ന് കിട്ടും. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി, പച്ചമുളകുണ്ട് എന്നാലും അല്പം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ മുട്ട കൂടി ഇതിലേക്കിടാം. ഫ്ലെയിം ഓഫ് ആക്കാമേ. നിങ്ങൾ ആവശ്യമുള്ളപ്പോ ഇതേപോലെ 10 മുട്ടയോ 20 മുട്ടയോ എല്ലാം വാങ്ങി ഇതുപോലെ അച്ചാറിട്ട് വെച്ചാൽ മതിയേ. നല്ല ടേസ്റ്റ്. ഒരു വെറൈറ്റി അല്ലേ, ഈന്തപ്പഴത്തിന്റെ ആ ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതാ കണ്ടോ, കാടമുട്ട പിക്കിൾ ഇട്ടത്. മുട്ട നമ്മളിങ്ങനെ കത്തി കൊണ്ട് കുത്തി കുത്തി വെച്ച് നിൽക്കുന്നതുകൊണ്ട് മുട്ടയ്ക്കുള്ളിലോട്ട് അതിന്റെ ആ ഏരിയും പുളിയുപ്പും ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വന്നിട്ട് നോക്കണേ. കുറച്ചെടുത്ത് വന്നിട്ട് നോക്കിയാൽ മതി.